അയ്യോ സംഭവം കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂല. നമ്മൾ കറക്റ്റ് പടവലത്ത് ചെല്ലുമ്പോഴായിരിക്കും മഴ പെയ്തല്ലേ അവിടെ ആളത്ത് പിളുത്ത് ചളവളായി പോകും. ഒരു കാര്യം ചെയ്യാം, പടവലത്ത് പോകുന്നില്ല നമുക്ക് വെച്ചാ പോരെ? അങ്ങനെയല്ലേ? പിന്നെ പൊള്ളുമ്പോ പിന്നെ പോവാ, മഴയൊക്കെ അങ്ങ് മാറട്ടാ. അതായിരിക്കും നല്ലത്. വെറുതെ ചെന്ന് അവിടെ ചെള്ളയെ തന്നെ അടിച്ച് വേണ്ടല്ലോ. ഇറങ്ങാനും പറ്റുള്ളല്ല. ഇറങ്ങി എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ചന്ദന കുറി നീ അണിഞ്ഞതിൽ അമ്മായി ഇത് എപ്പോ വന്നത്? അല്ല വന്നിട്ടുണ്ട് കയറി കിടക്കണേ. വയ്യടാ, തീരെ വയ്യ. യാത്രയൊക്കെ ചെയ്തപ്പോഴേ വല്ലാത്തൊരു ക്ഷീണം. വയ്യേ അമ്മയ്ക്ക്? എങ്കിൽ പിന്നെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നോ? എന്തിനാ ചാടി പിടിച്ച് വരാൻ നിന്ന്? അത് അമ്മായിയമ്മ കാണാത്തോണ്ടേ എന്തോ പോലെ അമ്മായിക്ക്. അമ്മായിയമ്മയെ കാണാത്തോണ്ട് എന്തോ പോലെ അമ്മായി. അമ്മായിക്കോ? അതെ, അമ്മയെ കാണാതിരുന്നപ്പോഴേ നെഞ്ചിന്റെ അകത്തൊരു നീറ്റില് തീ കത്തണ പോലെ തോന്നി. അമ്മായിയമ്മ കണ്ടത് നന്നായി, അല്ലെങ്കിൽ നീറ് തീർന്നേനെ. അമ്മായിയെ എങ്ങനെയുണ്ട് ഇപ്പൊ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അമ്മായി ഒട്ടും വയ്യെങ്കിലേ ഒരു കാര്യം ചെയ്യാം, ബാ ആശുപത്രി പോ. ആശുപത്രിയിലൊക്കെ ഞാൻ നാട്ടിൽ വെച്ച് പോയായിരുന്നേ. മെഡിസിൻ ഒക്കെ കഴിച്ചപ്പം അത്യാവശ്യം കുറഞ്ഞായിരുന്നു. ഇതിപ്പം ട്രാവൽ ചെയ്ത് വന്നില്ലേ, അതിന്റെ ഒരു വയ്യായികയാണ്. അമ്മായിയുടെ മുഖം കണ്ടിട്ടേ എവിടേക്കോ അലഞ്ഞിരുന്നിട്ട് വന്നതുപോലെ തോന്നുന്നുണ്ട്. എന്താ അങ്ങനെ ഒരു ടോക്ക് പാറു? ബട്ട് വൈ? അമ്മായി ഒരാഴ്ച മൊത്തം ചിറങ്കീഴ് തന്നെയായിരുന്നോ? അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ പോവാ? അല്ല ശിവ, അല്ല മായി, മറ്റേ കോഴിക്കോട് എന്തോ പോയില്ലായിരുന്നോ? അല്ല, കോഴിക്കോട് പോകുന്നുള്ളൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുഞ്ഞമ്മയുടെ മോളുടെ അഡ്മിഷനോ അങ്ങനെ എന്തിനാ പോയില്ല? ഇല്ല പോയില്ല, പോവാൻ പറ്റില്ലല്ലോ. വയ്യാതെ കിടക്കുവായിരുന്നില്ലേ? അതെ അതെ, പനിയല്ലേ. അപ്പൊ മക്കളെ, അമ്മായി എവിടെയും പോയിട്ടില്ല കേട്ടാ. കുഞ്ഞമ്മയുടെ മോളുടെ അഡ്മിഷൻ ഒന്നും പോയേ ഇല്ല. ചെറിയങ്കേടും നേരെ ഇങ്ങോട്ടാണ് വന്നത്. അമ്മായി എന്താണേലും ഹെൽത്ത് ഓക്കെ ആവുന്ന വരെ ഇനി അടുത്ത യാത്രയ്ക്ക് ഒന്നും തയ്യാറാവണ്ട. അതെ അതെ, എന്തായാലും ഇനി പെട്ടെന്നൊന്നും യാത്രയില്ല, മടുത്തന്ന്. കൊള്ളാമല്ലോ. അങ്ങോട്ട് കിടന്നാട്ടെ. അല്ല, കുറച്ചേരം ഇരുന്നിട്ട് കിടന്നാ പോരെ? എന്റെ ഗൗരി പറയുന്ന ഒന്ന് കേക്ക് കുഞ്ഞെ. ആ പുതപ്പെടുത്തൊന്നും പുതച്ചേ, കിടന്നേ അങ്ങോട്ട്. എന്റെ പൊന്നു മോനെ, വന്ന് കേറിയപ്പോ ഒന്ന് കാണണമായിരുന്നു. തണുത്ത് വിറച്ചാ വന്ന് കേറിയത്. ശിവ പോയി ഒരു പുതപ്പെടുത്തോണ്ട് വന്നേ. മറ്റേ കട്ടിയുള്ള പുതപ്പ് എടുത്തോണ്ട് വരാം. ആ, കട്ടിയുള്ള പുതപ്പ് മതി. എന്തിന് മക്കളെ, പനിയാ, പുതച്ച് മൂടി കിടക്കണം. വേണ്ടേ, നല്ല ചോറും മീൻകറിയും തോരനും ഒക്കെ ഇരിപ്പുണ്ട്. കുഞ്ഞിന് കഴിക്കാൻ പറ്റുമോ? പനിയല്ലയോ? എനിക്ക് കുഴപ്പമില്ല, കഴിക്കാം. വേണ്ട വേണ്ട, പനി മാറിയിട്ട് കഴിച്ചാൽ മതി. മക്കൾക്ക് ഉപ്പിട്ട് കഞ്ഞി കൊണ്ട് തരാം അമ്മ. അല്ല അമ്മായി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇന്നലെ ലച്ചൂസായിട്ട് ഫോൺ സംസാരിച്ചപ്പോഴേ അസുഖത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ? വിളിച്ചായിരുന്നല്ലേ ഞാൻ. എനിക്ക് തോന്നുന്നു ഈ പനി ആയോണ്ടേ പിച്ചുമ്പയൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ചായിരിക്കേ. എന്നാലും വിളിച്ചാൽ അവളത് ഞാൻ പറയൂല, നമുക്ക് ബാഡാവും. അത് കറക്റ്റാ. അമ്മായിക്ക് എന്തേലും പറ്റിയെന്ന് ലച്ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ലച്ചേച്ചി ഭയങ്കര ബാഡാവും. പിന്നെ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. പാവം ലച്ചു. മായി കഴിക്കാൻ വല്ലതും വേണോ? കഴിക്കാം. ആപ്പിൾ വെച്ചോണ്ട് വരുമോ? ആപ്പിൾ സിമ്പിൾ അല്ലയാ. നീ എന്തിനാണ് എന്നെ വിളിക്കണേ? അമ്മായി പറഞ്ഞു കേട്ടില്ലേ ആപ്പിൾ വേണമെന്ന്? ഓടിപ്പോയി ആപ്പിൾ ഓടിച്ചിട്ട് വന്നേ. പോകോ ഈശ്വരൻ പ്രതീക്ഷയിലല്ലേ. ശരി, ഇനി ഞാൻ അടുക്കള വെച്ചേക്കാം. ഓ, ആപ്പിൾ മേടിച്ചോണ്ട് വരാം. ആപ്പിൾ കൊണ്ടുവരാം അമ്മായി. ഞാൻ അടുക്കള വെച്ചിട്ട് തരാവേ. വേണ്ട, ഇത് അങ്ങോട്ട് പുതച്ച് മൂടി കിടന്നേ. എന്റെ അമ്മ ചൂടെടുക്കുമോ? ചൂടൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങോട്ട് പുതച്ചാട്ടെ, അങ്ങോട്ട് പുതച്ചേ. പുതയ്ക്കമ്മായി അങ്ങോട്ട്.